ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഇനി 125 CRPC പ്രകാരം ജീവനാംശത്തിന് കേസ് കൊടുക്കാം. മുസ്ലിം വിമൻസ് ആക്ട് 1986 പ്രകാരം കേസ് കൊടുക്കണമെന്നില്ല. 125 CRPC പ്രകാരം കേസ് കൊടുക്കാം. ജൂലൈ 1 തീയതി 2024 മുതൽ 125 CRPCക്ക് പകരം BNSS 144 പുതിയ നിയമം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് പുതിയ CRPC അനുസരിച്ച് 125 പഴയ വകുപ്പിന് പകരം 144 മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഈ മുസ്ലിം വിമൻ ആക്ട് അത് പ്രകാരം കേസ് കൊടുത്ത് ജീവനാംശം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി രണ്ടും തുല്യമായ നിയമങ്ങളാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് നാഗരത്നയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസ്സിയുടെയും സുപ്രധാനമായ വിധിയാണ് വന്നിരിക്കുന്നത്. രണ്ട് സുപ്രധാന വിധികൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ജീവനാംശം 125 CRPC പ്രകാരം, പഴയ 125 CRPC പ്രകാരം പുതിയ CRPC 144 പ്രകാരം കൊടുക്കുക. അതിനകത്ത് ഡൈവോഴ്സ് ചെയ്താലും ശരി അവർക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട്. കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്. നിങ്ങളുടെ അടുത്തുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്താലും മതി. കാരണം ഇപ്പം ഈ സുപ്രധാന വിധി വരാൻ കാരണം തെലുങ്കാനയിലെ ഒരു മുസ്ലിം യുവാവ് അവർക്ക് ജീവനാംശം 125 CRPC പ്രകാരം ജീവനാംശം 10,000 രൂപ പ്രതിമാസം കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിന് അപ്പീൽ പോയതാണ് സുപ്രീം കോടതിയിൽ. ഈ രണ്ട് നിയമങ്ങളും ഇന്ത്യയിൽ നിലവിലുണ്ട്. മുസ്ലിം വിമൻ ആക്ട് 1986 പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡൈവേഴ്സ് ആക്റ്റാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള മുസ്ലിം വ്യക്തിഗത നിയമം അനുസരിച്ച് പലരും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 125 CRPC പ്രകാരം പലരും പോയിട്ടുണ്ടെങ്കിലും പലരും മുസ്ലിം വ്യക്തിഗത നിയമത്തിനനുസരിച്ചാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, രണ്ടും തുല്യമാണ്. 125 CRPC അനുസരിച്ച് നിങ്ങളെ അടുത്തുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്താൽ ആ ഡൈവോഴ്സായ സ്ത്രീക്കും അവരുടെ മെച്യൂരിറ്റി ഇല്ലാത്ത മക്കൾക്കും അവർക്ക് തീർച്ചയായിട്ടും മെയിൻ്റനൻസ് കോസ്റ്റ് ലഭിക്കും. കോടതി കൊടുക്കുന്ന ദിവസമോ 2 ദിവസമോ 3 ദിവസത്തിനകം അനുവദിക്കുകയും ചെയ്യും. ഇപ്പം 10,000 രൂപ അനുവദിച്ചതിനെതിരായിട്ടാണ് സുപ്രീം കോടതിയിൽ തെലുങ്കാനയിലെ ഈ കേസ് ആയി ഒരാൾ സുപ്രീം കോടതി പോയത്. ഈ സുപ്രധാന വിധിക്ക് ഡൈവോഴ്സ് ചെയ്ത ഭാര്യയ്ക്കും മൈനറായ കുട്ടികൾക്കും മാത്രമല്ല, മെൻ്റലി റിട്ടാർഡഡ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും കൊടുക്കണം. അതുതന്നെയല്ല, ആ മാതാപിതാക്കൾക്കും മെയിൻ്റനൻസ് കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ഏജ്ഡായ സ്വന്തം മാതാപിതാക്കൾക്ക് ഭർത്താവ് അല്ലെങ്കിൽ മകൻ ചെലവിന് കൊടുക്കേണ്ടി വരും. ഭാര്യയുടെ മാതാപിതാക്കൾ അവശരാണെങ്കിൽ അവരെ ഇയാൾ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. ഏതായാലും ഈ പുതിയ നിയമത്തിനകത്ത് മറ്റൊരു ചില കാര്യം കൂടെ, ചില നിരീക്ഷണം കൂടെ വന്നിട്ടുണ്ട്. അത് വളരെ സുപ്രധാനമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ സ്ത്രീകൾക്ക്, ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കല്ലാതെ ഭാര്യയായിട്ട് ഓരോ വീടുകളിലും അകപ്പെട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ വെളിയിൽ പോകാൻ അനുവാദമില്ല വീടിനകത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ വീടിനകത്തിരുന്നാൽ വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, നമ്മൾ സാധാരണ പറയും ഹോം മേക്കർ ജോലി, വീട്ടിൽ അടുക്കളപ്പണി മാത്രം ചെയ്യുന്ന ഭാര്യമാർക്ക്, അവർക്ക് മെയിൻ്റനൻസിന് തീർച്ചയായിട്ടും പണം കൊടുക്കണം. അവരുടെ ചെലവിനുള്ള പണവും ഭർത്താവ് കൊടുക്കണമെന്നും ഈ വിധിക്കകത്തൂടെ വന്നിരിക്കുന്നു. കാരണം അവർക്ക് വരുമാനമൊന്നുമില്ല, ഭർത്താവിനെ ആശ്രയിച്ച് മാത്രമാണ്. അദ്ദേഹം പൈസ കൊടുക്കുകയോ ഒരു 100 രൂപ കിട്ടാൻ വേണ്ടി കിടക്കുമ്പം ദിവസങ്ങളോളം പുറകെ കിടന്ന് നടക്കണം, കെഞ്ചി നടക്കണം, ഒരു പൈസയും വരുമാനമില്ല. തീർച്ചയായിട്ടും അവരുടെ ചെലവിനുള്ള വരുമാനം, വീട്ടു ചെലവിനും കൈക്കാശിനുമൊക്കെ അത്യാവശ്യം ചില ചെലവുകൾക്കൊക്കെ പണം കൊടുക്കാൻ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. ഹോം മേക്കറായ, ജോലിയില്ലാത്ത അല്ലെങ്കിൽ അധികം വിദ്യാഭ്യാസമില്ലാത്ത, വീടിൽ
ഭാര്യയായിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് ഭർത്താവിനും ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയല്ലാതെ അതിന് ഒരു വേതനവും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അവർക്ക് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, അവർക്ക് സ്വന്തമായി ഒരു ATM കാർഡ് വേണം. അത് ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കണം, അതിനകത്ത് പണം ഇട്ട് കൊടുക്കണം, അത്യാവശ്യം അതുങ്ങളുടെ ചിലവിനുള്ള പണം ലഭിക്കണം. കാരണം വേറെ ഒരു സോഴ്സിലേക്കും പോകാനൊക്കില്ല. അവരാ കുടുംബത്തിൽ ഭർത്താവിനെയും കുട്ടികളെയും നോക്കിയിരിക്കണമെങ്കിൽ അവർക്ക് വേറെ ഒരു വരുമാന മാർഗ്ഗമില്ലെങ്കിൽ മറ്റു ചില മാർഗ്ഗങ്ങളിലേക്ക് അവർ പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കണം, സാമ്പത്തികമായിട്ട് സംരക്ഷിക്കണം. അവർക്ക് അത്യാവശ്യം വീട് ചിലവിനുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ചില ചിലവിന് അതുകൊണ്ടാവും. ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് അറിയില്ല. അവർക്ക് അത്യാവശ്യം ചില തുണികൾ ഇതിങ്ങനെയുള്ള ഒരു പാട് വാങ്ങിക്കാനോ അല്ല അത്യാവശ്യം കണ്ണെഴുതാനോ അതുപോലെ ബ്യൂട്ടിഫിക്കേഷൻ നടത്താനുള്ള ചില സാധനങ്ങൾ വാങ്ങാനോ ഇങ്ങനെയുള്ള ധാരാളം ചെറു ചിലവുകൾ ഉണ്ട്. അത് സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളൊക്കെ ചിലവുകൾ ധാരാളം ഉണ്ട്. അവർക്കൊരു ഗിൽറ്റ് വളയിടണമെന്ന് തോന്നാം, അല്ലെങ്കിൽ ഒരു മിഞ്ചി കാല ഇടണമെന്ന് തോന്നാം. ഒരിക്കലും ഭർത്താവിന് ചോദിച്ചാൽ കൊടുക്കില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോട്ട് ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് ATM കാർഡ്, അവർക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ATM കാർഡ്, ഇത് രണ്ടും കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വീട്ടിലെ സന്തോഷത്തിനും വീട്ടിലെ സുരക്ഷിതത്വത്തിനും അവർക്ക് സന്തോഷകരമായ ജീവിതം പ്രൊവൈഡ് ചെയ്യാനും ഇതുകൊണ്ടൊക്കെ സാധിക്കും. വരുമാനമില്ലാത്ത ഭർത്താവാണെങ്കിൽ വലിയ വരുമാനമില്ലെങ്കിലും അയാളുടെ വരുമാനത്തിനകത്ത് ഒതുങ്ങുന്ന പണം കൊടുക്കാനും മടിക്കരുത്. എങ്കിലേ കുടുംബത്തിലെ അന്തരീക്ഷം നിലനിൽക്കുകയുള്ളൂ. സ്ത്രീകൾക്ക് വരുമാനമില്ലാത്ത അല്ല ഹോം മേക്കറായ സ്ത്രീകൾക്ക് ഒരു വരുമാനം വേണം, അല്ലെങ്കിൽ അത്യാവശ്യം ചിലവിനുള്ള പണം കൊടുക്കണമെന്ന് സുപ്രീം കോടതി ഇപ്പം ഈ ഓർഡറിൻ്റെ കൂടെ നിരീക്ഷിച്ചുകൊണ്ട് വളരെ നല്ല ഒരു നല്ല ഒരു ഡയറക്ഷനാണ്, നല്ലൊരു ജഡ്ജ്മെൻറ്റാണ്. അതുതന്നെയല്ല, കോടതികളിൽ നിരന്തരമായി ഫാമിലി കോടതി കേസ് കൊടുത്ത് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഒരു ചെറിയ എമൗണ്ട് ചിലപ്പം കിട്ടുന്നത്. ഇവിടെ അതല്ല. 125 CRPC പ്രകാരം പുതിയ നാഗരിക നിയമപ്രകാരം അല്ലെങ്കിൽ അത് 144 പ്രകാരം ഫയൽ ചെയ്യാം. 2, 3, 4, 5 ദിവസത്തിനകം ഓർഡർ വന്നിരിക്കും, യാതൊരു സംശയമില്ല. ആ പൈസ കൊടുക്കാത്ത ഭർത്താക്കന്മാരെന്ന് അത് ലെവി ചെയ്ത് ഈടാക്കാനുള്ള നടപടിയും ആ കോടതി തന്നെ സ്വീകരിക്കും. അതുകൊണ്ട് സ്ത്രീകൾ, ഇന്ത്യൻ സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, ഏത് ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും ഇന്ത്യയിലെ ഈ 125 CRPC ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം വ്യക്തിഗത നിയമം അനുസരിച്ച് പോകണമെന്ന് നിർബന്ധമില്ല. ഇന്ത്യയിലെ ഒരു സിറ്റിസൺ, ഒരു ലേഡി, അവർക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥരാണ്. അതാണ് പ്രാഥമികമായിട്ട് നോക്കുന്നത്. 125 CRPC പ്രകാരം നടപടികൾ ഓരോ ആഴ്ചക്കുള്ളിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും, പൈസ ലഭിക്കും. അതുകൊണ്ട് അത് ചലഞ്ച് ചെയ്യാൻ ഭർത്താക്കന്മാരാരും പോകരുത്. കാരണം അത് ഇന്ത്യൻ നിയമം അനുസരിച്ചും ഇപ്പോൾ സുപ്രധാനമായ സുപ്രീം കോടതിയുടെ ഈ വിധി അനുസരിച്ചും നിങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ല. കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഞങ്ങളിപ്പോൾ 186 അനുസരിച്ച് കേസ് അല്ലെങ്കിൽ ഡൈവോഴ്സ് കേസ് കോടതി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വിധി വരട്ടെ, വെയിറ്റ് ചെയ്യേണ്ട. 125 സൈമിൾട്ടേനിയസ് ആസ് രണ്ടും പോകുമല്ലോ എന്ന് വക്കീലന്മാരോട് ചോദിക്കണം. കാരണം അത് ക്യാൻസൽ ചെയ്തിട്ട് ഇത് കൊടുത്താലും മതി, രണ്ടാമത് ഫയൽ ചെയ്തു. അതിൻ്റെ നിലനിൽക്കുമ്പോൾ തന്നെ 125 അനുസരിച്ച് പണം തരാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിം സ്ത്രീകൾക്ക് ഈ ഒരു സുപ്രധാന വിധി വളരെയധികം ഗുണം ചെയ്യും. ഫാമിലി ലൈഫ് നല്ല ഹെൽത്തി ആയിട്ട് പോകും. അതുകൊണ്ട് ഇത് അനുസരിച്ചുള്ള നടപടികൾക്ക് സ്ത്രീകൾ തയ്യാറാകണം.